ദേവയാനി അവിടെ അബിയുടെ മുന്നിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ട് അഭിനയം കൂട്ടിയിട്ട് ദേവയാനിക്ക് കരൾ തന്ന ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നയനയാണ് കരൾ തന്ന വിവരം ദേവയാനി അറിഞ്ഞിട്ടുള്ളതൊന്നും അബിയൊന്നും അറിയണില്ല. ദേവയാനിയുടെ പക്കൽ നിന്ന് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അബിയും അബിയുടെ ഗേൾ ഫ്രണ്ടും കൂടി നടത്തുന്ന പൊറോട്ട നാടകമാണെന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ദേവയാനി ഒന്നും അറിയാത്ത മട്ടിന് അബിയുടെ കൂടെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിൽ ചെല്ലണ സമയത്ത് അമ്മയും ഉണ്ട് കേട്ടോ. അമ്മ എന്ന് പറയണ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ അമ്മയടുത്ത് വന്നിട്ട് ദേവയാനി പറയുകയാണ്, എൻ്റെ മോൻ ആദർശ് മോളുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതുവരെ ആ ചെക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണം, അയ്യോ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തത് മാത്രമല്ല എൻ്റെ മോൾ ആ ഒരു ചെക്ക് കീറിയും കളഞ്ഞു എന്ന് പറയുന്നു. അയ്യോ വിഷമിക്കണ്ട, ഞാൻ വേറൊരു ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളിത് മേടിക്കണമെന്ന് പറയുമ്പോൾ പെൺകുട്ടി പറഞ്ഞു, അയ്യോ ചെക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് ചെക്ക്, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് തന്നതാണെന്ന് പറയുന്നു. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ, എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, പണമുണ്ട്, പണത്തിലൊക്കെ എന്താ കാര്യമുള്ളത്, ഇത്രയും വലിയൊരു ത്യാഗം മോള് ചെയ്തതല്ലേ, ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ മോളുടെ പേർക്ക് എഴുതി തന്നാലും ആ ഒരു ത്യാഗത്തിനുള്ള പ്രതിഫലം ഇതാവില്ല, മോളിത് മേടിക്കുന്നു പറഞ്ഞിട്ട് ആ ചെക്ക് അമ്മയുടെ മോളുടെയും കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് നയനയോട്, എൻ്റെ മരുമകൾ അവളുടെ അമ്മായിമ്മേനെ സഹായിച്ച് കിട്ടിയ ആ ഒരു ക്രെഡിറ്റ് മറ്റൊരാൾ ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് അത് നേടുന്നത് അത്ര ശരിയല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ അച്ഛൻ അങ്ങോട്ട് പോവാണ്.